ഇത് നമ്മള് കുറെ പിന്നിലേക്ക് പോകുമ്പോ രാഷ്ട്രീയത്തിന്റെ ബേസ്മെന്റ് ഒക്കെ, അതായത് ഗ്രീക്ക് തത്വശാസ്ത്രം എന്ന് പറയുന്നത് അതിപുരാതനമായ ഭൂമിയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള കിട്ടാവുന്ന ഏറ്റവും പുരാതനമായ തത്വശാസ്ത്രമാണ് ഗ്രീക്ക് മിത്തോളജി, ഫിലോസഫി എന്നൊക്കെ പറയുന്നത്. പിന്നെ ഈജിപ്ഷ്യൻ ഭാരതീയ തത്വശാസ്ത്രമൊക്കെ പിന്നീട് വരണം. അപ്പൊ അതിലേറ്റവും പുരാതനമായ, അതായത് യൂറോപ്യന്റെ ഗുരുക്കന്മാർ എന്നറിയപ്പെടുന്ന ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ തത്വചിന്തകന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന സോക്രട്ടീസ് ഒക്കെ ഗ്രീസിലെ ഏതൻസ് എന്ന് പറഞ്ഞൊരു ഏതൻസിന്റെ തെരുവിലൂടെ വെറുതെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇവരെ വലിയ വലിയ സാമ്രാജ്യങ്ങളെ മുട്ടുകുത്തിക്കുന്നത്. സാധാരണ ജനങ്ങളോടാണ് ചോദിക്കുന്നത്. നമുക്ക് ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യയിൽ സോക്രട്ടീസ് ഈ കാലത്ത് ജീവിക്കുന്ന മനുഷ്യനാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ത്യയിൽ ഇവിടെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ശത്രുക്കളാണെന്ന്, ഹിന്ദു അപകടത്തിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ ഭയപ്പെടുത്തുകയും ഇവരുടെ ഈ കൊടക്കീഴിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുകയും വോട്ട് മാത്രമാണ് ലക്ഷ്യമുള്ളൂ. അപ്പൊ അങ്ങനെ മുസ്ലിങ്ങളെ മുഴുവൻ ഭീകരന്മാരായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് സോക്രട്ടീസ് ചിലപ്പോൾ തെരുവിൽ കൂടെ കടന്നു പോകുമ്പോൾ കുറെ ഹിന്ദുക്കളോട് ചോദിക്കും, യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളാണോ? ഏതർത്ഥത്തിലാണ് നിങ്ങൾ ഈ പറയുന്നത് വിശ്വസിക്കുന്നത്? നിങ്ങളുടെ അയൽപക്കങ്ങളിലൊക്കെ മുസ്ലിങ്ങളില്ലേ? അവർ നിങ്ങളെ ദ്രോഹിക്കുന്നുണ്ടോ അതോ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചെറിയ ചെറിയ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ ശരിക്കും സത്യത്തിൽ ഈ ഇവരുടെ അയൽപക്കങ്ങളിലൂടെ അങ്ങനെ മെല്ലെ മെല്ലെ സമൂഹത്തിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അലയടിച്ച് ഭരണതലങ്ങളിലേക്ക് വരെ എത്തും. ഭരണതലങ്ങളിലേക്ക് എത്തുമ്പോൾ ഭരണകൂടത്തിനെ നിയന്ത്രിക്കുന്ന ചില ശക്തികളുണ്ട്, പൊളിറ്റിക്കലായിട്ടുള്ള ചില ശക്തികളുണ്ട്. അവർക്കിത് കാണുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാവും. ഈ അസ്വസ്ഥതകളിൽ പിന്നെ എന്താ സംഭവിക്കുക? ഇവര് ഭരണാധിപന്മാർ ഇവരോടാണ് ചോദ്യം ചെയ്യിക്കുക, എന്താണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയത്തിന് നമ്മൾ എന്താണ് ഒരു സൊല്യൂഷൻ ഉള്ളത്, എന്താണ് ഒരു മാർഗം ഉള്ളത്. അപ്പോ ഈ ആള് സോക്രട്ടീസ് ചോദിച്ച ചോദ്യം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ആചാരങ്ങൾക്കും നമ്മുടെ ദൈവത്തിനും നമ്മുടെ വിശ്വാസങ്ങൾക്കും എതിരാണ്. നമ്മുടെ ദൈവത്തെ തള്ളിപ്പറയുന്നു, നമ്മുടെ വിശ്വാസത്തെ തള്ളിപ്പറയുന്നു, നമ്മളുടെ ജനങ്ങളുടെ ആചാരങ്ങളെ തള്ളിപ്പറയുന്നു എന്ന് ജനങ്ങളിലേക്ക് ഒരു നെറേറ്റീവ് കടത്തിവിടണം. അങ്ങനെ ജനങ്ങളെ കൊണ്ട് തന്നെ അയാൾക്ക് എതിരാക്കണം, എങ്കിൽ അയാളെ പിടിച്ച് ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ജനങ്ങളുടെ നായകനായ ജനങ്ങൾ നെഞ്ചേറ്റിയ മനുഷ്യനെ ശിക്ഷിക്കാൻ നമുക്ക് കഴിയില്ല, ജനം ഇളകും എന്ന് പറയുന്നത്. അങ്ങനെ വലിയ വലിയ സാമ്രാജ്യങ്ങളൊക്കെ പണ്ട് കാലത്തെ മുട്ടുകുത്തി വീണതിന്റെ പിന്നിലുള്ള പ്രധാന കാരണം ഇതുപോലുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെയാണുണ്ട് ഒരു പോസ്റ്ററായിട്ട് വായിച്ചതാണ്. വായിച്ചതിൽ നെഹ്റുവിന്റെ കോളറിനെ കുത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സാധാരണ സ്ത്രീ, ഒരു ദലിത് സ്ത്രീ. അപ്പൊ അവര് ചോദിക്കുന്ന ചോദ്യം അതാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, നിങ്ങൾ പ്രധാനമന്ത്രിയുമായി, ഞങ്ങൾക്ക് എന്താണ് കിട്ടിയത്? അപ്പോ നെഹ്റു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരു ഭരണാധിപനെ തെരുവിൽ തടഞ്ഞു നിർത്തി അയാളുടെ കോളർ കുത്തിപ്പിടിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അധികാരം, അതാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടത്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം, അധികാരമൊക്കെ നഷ്ടപ്പെട്ടു. ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്കെതിരെ കേസുകൾ വരും, അല്ലെ? അങ്ങനെയുള്ള. അപ്പൊ യഥാർത്ഥത്തില് എന്താണ് സത്യം എന്നത്, ഈ ഡെമോക്രാസി എന്ന് പറയുന്നത് മോബോക്രാസിയായി മാറുന്നുണ്ടോ, അതായത് മൂഢാധിപത്യമായി മാറുന്നുണ്ടോ എന്നൊരു സംശയം പണ്ടും തത്വചിന്തന്മാരും ആത്മീയ നേതാക്കന്മാരും ഒരു ഉന്നയിച്ചിട്ടുള്ള സംശയമാണ്. ഓഷോ ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡെമോക്രാസി എന്ന് പറയുന്നത് മോബോക്രാസിയാണെന്ന് പറഞ്ഞത്. അതായത് മൂഢാധിപത്യം. ഈ കുറെ ജനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ഭൂരിപക്ഷം ആ ജനത, അവരുടെ ഹിതം എന്താണോ ആ ഹിതത്തിനനുസരിച്ച് ഭരിക്കുന്ന ഭരണാധിപന്മാർ ഇവർക്ക് കൊടുക്കുന്ന ഒരുപാട് പ്രതീക്ഷകളും ആശയങ്ങളും, എന്താ പറയാ, നമ്മളെ ഇലക്ഷൻ സമയത്ത് കൊടുക്കുന്ന കുറെ ഇതുണ്ടല്ലോ, പ്രകടന പത്രികയിൽ ഓരോ വാഗ്ദാനങ്ങൾ, ഇതൊക്കെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോ ഇയാള് ചിലപ്പോൾ നമുക്ക് ഇതൊക്കെ തരും, ഇയാളായിരിക്കും നമ്മുടെ യഥാർത്ഥ നായകൻ, യഥാർത്ഥ രക്ഷകൻ എന്നൊക്കെ. പക്ഷെ അതൊക്കെ ജനങ്ങളുടെ മുകളിൽ, ജനങ്ങളൊരു കൃഷിയിടം പോലെയാണ്, രാഷ്ട്രീയക്കാർ ജനങ്ങളെ കൃഷിയിടം പോലെയാണ് ഉപയോഗിക്കുന്നത്.
അവരുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും അവരുടെ സങ്കല്പങ്ങൾ, അധികാരം, മോഹം ഇതൊക്കെ സാധിക്കാൻ വേണ്ടി ജനങ്ങൾ എന്ന പാടത്തേക്ക് വിത്തുകൾ എറിയണം. ഈ പറഞ്ഞ വിത്തുകളാണ് എറിയുന്നത്. ജനങ്ങൾ അതിൽ വിശ്വസിച്ച് അവർ വിളവുണ്ടാക്കുന്നത്. ആ വിളവ് മുഴുവൻ കൊയ്തെടുക്കുന്നതും അനുഭവിക്കുന്നതും കുറഞ്ഞ രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ ജനങ്ങൾക്കറിയില്ല, ജനങ്ങൾക്ക് വേറെ ഓപ്ഷനും ഇല്ല. അതുകൊണ്ടാണ് ഈ ജനാധിപത്യം എന്നുള്ള വ്യവസ്ഥ തന്നെ ശരിയല്ല എന്ന് ആത്മീയ ആചാര്യന്മാർ പറയുന്നത്. ജനങ്ങൾക്ക് എന്ത് ആധിപത്യമാണുള്ളത്? ജനങ്ങളുടെ മുകളിൽ ഭരണാധിപന്മാർക്കാണ് ആധിപത്യം. ജനങ്ങൾക്ക് ആധിപത്യം ഒന്നുമില്ല. ജനങ്ങൾക്ക് ആകെ 5 വർഷം കൂടുമ്പോൾ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം, ഒരു വോട്ട് ചെയ്യാൻ, അഭിപ്രായം രേഖപ്പെടുത്താം. അത് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാനില്ല, കൊണ്ടുപോളുക നിവൃത്തിയില്ല. അതിനെ മറികടന്ന് മറ്റൊരു ആശയമുണ്ട്. ആ ആശയത്തെ അവർ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആത്മീയമായിട്ടുള്ള സ്പിരിച്വൽ പൊളിറ്റിക്സ് എന്നുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ട്. സ്പിരിച്വൽ പൊളിറ്റിക്സ്. ആത്മീയമായി ഉയർന്നു നിൽക്കുന്നവൻ അധികാരം കൈയാളണം, ഭരണം കൈയാളണം. കാരണം അവനക്ക് സ്വജനപക്ഷപാതമില്ലാന്ന ഏറ്റവും വലിയ ക്വാളിറ്റി മൂല്യങ്ങളായിരിക്കും, വാല്യൂസ് ആയിരിക്കും അദ്ദേഹം മുന്നിലേക്ക് വയ്ക്കുക. ആരുടെയും ഒരു നിർബന്ധത്തിനും ഒരു ഇതിനും വഴങ്ങില്ല. കാരണം അവൻ മരണത്തെ ഭയക്കാത്തവനാണ്, ജയിലുകളെ ഭയക്കാത്തവനാണ്. കാരണം അവൻ ആരാണെന്ന് അവനക്ക് ബോധ്യമുണ്ട്. ഈ ശരീരമല്ല ഞാനെന്ന് അവനക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ ശരീരത്തെയാണ് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, എന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ബോധ്യമുള്ള ആളുകൾ. അങ്ങനത്തെ ആത്മീയമായി ഉയർന്നു നിൽക്കുന്നവരെ വേണം അധികാരങ്ങളിലേക്ക് എത്തിക്കാൻ. ജനങ്ങളിൽ അവരിൽ വിശ്വാസവും പ്രതീക്ഷയും ഉണ്ടാവണം. അങ്ങനെ ചരിത്രത്തിൽ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? ചരിത്രത്തിൽ അധികാരം പിടിച്ചെടുത്തുള്ള ആത്മീയാചാര്യന്മാരുണ്ട്. ഇപ്പൊ മുഹമ്മദ് നബിയെ പോലുള്ള, ബുദ്ധനൊക്കെ ഒരു വലിയ, ഏഷ്യയുടെ തന്നെ ഒരു വലിയ ഭാഗം ബുദ്ധൻ നിയന്ത്രിച്ചിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ഏഷ്യ നമ്മൾ ബുദ്ധൻ ഉമർ, അതായത് ഉമറിനെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ ശിഷ്യ പരമ്പരയിലെ പ്രധാനികളിൽ ഒരാളാണ് ഉമർ. ഖലീഫ ഉമർ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്ക് 1500ഓളം കൊല്ലമായെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ 1450 വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. ഇത്രയും കാലങ്ങളായിട്ട് ഖലീഫ ഉമറിന്റെ ഭരണ റെക്കോർഡ് തകർക്കാൻ ഭൂമിയിൽ ഇന്ന് വരെ ഒരു ഭരണാധിപന്മാർക്കും കഴിഞ്ഞിട്ടില്ല. ഖലീഫ ഉമറിന് ശേഷം ലക്ഷക്കണക്കിന് ഭരണാധികാരികൾ ഭൂമികളുടെ അധികാരം കൈമാറിപ്പോയി. ഒരാൾക്കും അദ്ദേഹത്തിന്റെ ഭരണ റെക്കോർഡ് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും റെക്കോർഡായിട്ട് തെളിഞ്ഞു നിൽക്കുന്നത് ഖലീഫ ഉമറിന്റെ ചരിത്രം തന്നെയാണ്. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ആത്മീയമായിട്ട് ഉയരണം, ഭൗതികമായിട്ടല്ല. ശരീരം, മനസ്സ്, ബുദ്ധി, വികാരങ്ങൾ, വിചാരങ്ങളൊക്കെ അതിൻ്റെ ആഴങ്ങളിൽ എത്തിയിട്ട് പ്യൂർ സ്പിരിറ്റ് എന്നുള്ള അവസ്ഥ, ശുദ്ധസത്ത. ഈ ശുദ്ധസത്തയിൽ നിന്നും അന്യമല്ല ഈ കാണുന്നതൊന്നും. നിങ്ങൾ ഞാൻ എന്നൊക്കെ വേറെ വേറെ പറയാമെങ്കിലും വിളക്കുകൾ വേറെയാണെങ്കിലും ഒരേ വെളിച്ചം തന്നെയാണെന്നുള്ള ബോധത്തിലേക്ക് തെളിയാണ് ഈ സത്താബോധം. നിങ്ങൾ വേറെയല്ല, നിങ്ങളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ഈ കാണുന്ന എല്ലാത്തിൻ്റെ ഉള്ളിലും പുറത്തും വിളങ്ങുന്നത് ഒരേ ചൈതന്യം തന്നെയാണ്. അത് ബോധ്യം വന്നവർ അധികാരത്തിലെത്തുമ്പോൾ ലോകത്തിൽ ശാന്തി പുലരും, സമാധാനം പുലരും, സ്നേഹവും സാഹോദര്യവും. അതിന് മതവും ജാതി വർഗം വർണ്ണം അങ്ങനെ കറുത്തവൻ വെളുത്തവൻ സമ്പന്നൻ തരം ഒരു വിധത്തിലുള്ള വിവേചനം ഉണ്ടാവില്ല. ഒരുമിച്ചിരുന്ന് ഒരു പ്ലേറ്റിലിരുന്ന് ആഹാരം കഴിക്കും, ഒരുമിച്ച് കിടന്നുറങ്ങും, ഒരുമിച്ച് പ്രാർത്ഥിക്കും. പ്രതീകാത്മകമായ ഭരണാധിപന്മാർ ഭൂമിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ലോകത്ത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട്.